ഈ ഉരുൾപൊട്ടൽ തകർന്നുപോയ വെള്ളാർമല സ്കൂള് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഈ അധ്യയന വർഷം തുടങ്ങുന്ന പുതിയ കെട്ടിടത്തിലാണ്. അവിടുത്തെ സ്കൂള് ഈ പ്രളയത്തിൽ ഉരുൾപൊട്ടലിൽ തകർന്നു പോയതാണ്. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സ്കൂളിന് കെട്ടിടം നിർമ്മിച്ചു കൊടുത്ത്. മേപ്പാടി സ്കൂൾ കോമ്പൗണ്ടിലാണ് വെള്ളാർമലയുടെ പുതിയ കെട്ടിടം. ഒരുപാട് ദുരന്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന ഈ പള്ളിക്കൂടം സന്തോഷത്തിലേക്ക് കൺചിമ്മി ഉണരുകയാണ്. വിവരങ്ങളുമായി വയനാട് വെള്ളാർമല സ്കൂളിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരും. സുർജിത്ത്, ഈ വെള്ളാർമല സ്കൂൾ നമ്മളന്ന് കണ്ടതാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ഈ വലിയ ഉരുൾപൊട്ടലിൻ്റെ മലമുടിയിൽ നിന്ന് മരണം ഒഴുകി വന്ന ഈ ഉരുൾപൊട്ടലിൻ്റെ ദൈന്യതയും ദുഃഖവും ദുരന്തവും നമ്മൾ കണ്ടതാണ്. ഈ വെള്ളാർമല സന്തോഷത്തിലേക്ക് കൺചിമ്മി ഉണരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം. പറയും. SKN, ഞാൻ നിൽക്കുന്നത് മേപ്പാടി സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് വെള്ളാർമല സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കുട്ടികൾക്കുള്ള ബാഗുകളെല്ലാം തന്നെ സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചിട്ടുണ്ട്. ബാഗുകളും പുസ്തകങ്ങളും മറ്റ് പഠനോപകരണങ്ങളും എല്ലാം തന്നെ ഇവിടേക്ക് സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കുട്ടികൾ ഉൾപ്പെടെ അവർ യൂണിഫോമിലൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ദുരന്തത്തിൻ്റെ ശേഷം ആണ് ദുരന്തം പിന്നിട്ട് 27 ദിവസം കഴിയുമ്പോൾ ഈ സ്കൂൾ തുറന്ന്, കഴിഞ്ഞ വർഷം സ്കൂൾ തുറന്ന് 27 ദിവസം പിന്നിടുമ്പോഴാണ് ഈ ദുരന്തം സംഭവിച്ചത്. എന്തായാലും പലയിടങ്ങളിലേക്ക് പലരും ചെതറി. എന്താ പേര്? ശിവപ്രിയ. എങ്ങനെയുണ്ട്? കാണാൻ വെയിറ്റ് ചെയ്യണം? അടിപൊളിയാണ്. എല്ലാ ഫ്രണ്ട്സിനെ കാണാൻ റെഡി ആയി നിൽക്കണം. ആരും വന്നിട്ടില്ല. 2 മാസം വീട്ടിലിരുന്നിട്ട് ബോറടിക്കായിരുന്നു. ഇപ്പൊ വന്നപ്പോ നല്ല ഹാപ്പി ആയി. എന്താ പറയാനുള്ളത്? ഹാപ്പിയാണോ? അവള് പറഞ്ഞ പോലെ തന്നെ. എത്രയിലാ പഠിക്കുന്നത്? ഞാൻ 9-ല്. 9-ലാണ്. എല്ലാവരും 9 ക്ലാസ്സാണ്. അതല്ലേ, എന്താണ് ഫീൽ ചെയ്യുന്നത്? സന്തോഷം. നമുക്കൊരു പാട്ട് പാടിയാലോ? വെള്ളരിമലയുടെ പാട്ട് പാടില്ലേ നിങ്ങൾ? ഇവിടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട്. ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കും അറിവിൻ മധുരം പകർന്നു നൽകാനായി, നാടിനുയരായി അറിവിൻ മധുരം പകർന്നു നൽകാനായി. ഓക്കെ, താങ്ക് യു. എന്തായാലും കുട്ടികളൊക്കെ സജ്ജമായി നിൽക്കുന്നു. ഇവിടെ ആൺകുട്ടികളുണ്ട്. അതിനിടയിൽ ഒരു കൗതുകം തോന്നി SKN. ഇവിടെ ഒരാള് ഇവിടെ ഫുള്ള് ബലൂണൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിക്കുന്നുണ്ട്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. ഈ കുട്ടികളെ കാണാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. എവിടെ വീട്? തൃശ്ശൂർ താണിക്കുളം. വരാന്ന് വെച്ചാല് എന്താ പറയാ, ഇവിടെ കുട്ടികളൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കാരണം വെച്ചാല് എല്ലാം അതിജീവിച്ചവരാണ് ഇവിടുത്തെ കുഞ്ഞു കുരുന്നുകളെ. അപ്പം അവരെയൊക്കെ ഒന്ന് കാണുക, അവരോടൊപ്പം ഒന്ന് കുറച്ചു നേരം ഒന്ന് സന്തോഷിക്കുക, അത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അത്ര തന്നെ. ബലൂണൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നു കണ്ടു രാവിലെ വന്നപ്പോൾ? അത് നമ്മളൊന്ന് വെറുതെ ഒന്ന് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ഇദ്ദേഹം വന്നത് തൃശ്ശൂരിൽ താണിക്കുടത്ത് നിന്നാണ്. ഈ കുട്ടികളെയൊക്കെ കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഈ ദുരന്തത്തിൻ്റെ ബാക്കിയായി വെള്ളാർമലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്കൂൾ പൂർണ്ണമായും മാറ്റി, അതായത് മേപ്പാടിയിലേക്ക് മാറ്റി. അതിനുശേഷം ഇവിടെ ഈ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് കെട്ടിടങ്ങളെല്ലാം തന്നെ നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പഠന സൗകര്യം, സ്മാർട്ട് ക്ലാസ് മുറി ഉൾപ്പെടെയുള്ളവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. തൊട്ട് അടുത്ത് തന്നെയാണ് APJ ഹാളിലാണ്, പഞ്ചായത്തിനോട് ചേർന്നുള്ള APJ ഹാളിലാണ് മുണ്ടക്കൈ LP സ്കൂൾ താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. അത്തരം ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ പൂർത്തിയാക്കി പ്രവേശന ഉത്സവം നടക്കുകയാണ് മുണ്ടക്കൈ LP സ്കൂളിൽ. അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാ തരത്തിലുള്ള സൗകര്യവും, ശുചിമുറികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ 2 നിലകളിൽ ഇങ്ങനെ ഈ വിദ്യാലയം ഒരുക്കിയിട്ടുണ്ട്. അത് പൂർണ്ണമായും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ യൂണിഫോമിൽ ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച, അത് ആ പഴയ വെള്ളാർമല സ്കൂളിൻ്റെ നിറവ് ഈ യൂണിഫോം തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 33 കുട്ടികളെയാണ് ഈ ദുരന്തം കവർന്നെടുത്തത്. അതായത് ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം 33 കുട്ടികളെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ ഒരു സങ്കടത്തിൽ നിന്നെല്ലാം അതിജീവനത്തിൻ്റെ പാതയിലാണ് വെള്ളാർമല സ്കൂൾ. SKN. ഓക്കെ, സുർജിത്ത് പറഞ്ഞ പോലെ ചൂരൽമലയിലല്ല ഇപ്പോൾ വെള്ളാർമല സ്കൂൾ പ്രവർത്തിക്കുന്നത്, മേപ്പാടിയിലാണ്. അവിടെ ഒരു പുതിയ സ്കൂൾ കെട്ടിടം ഉണ്ടാക്കി കൊടുത്തു.